സൗഖ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണക്കസ്രാവ് കൊണ്ടുള്ള വിഭവമാണ്. ഉണക്കസ്രാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, അത് കുറച്ച് പ്രയാസമാണ് കിട്ടാൻ. നല്ല ക്ലീനായ ഒരു സാധനമാണ് ഇത്. കറി വയ്ക്കാനും വറക്കാനും ഉപയോഗിക്കാം. ചട്ടി വെച്ചു, അതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച് വെള്ളമാണ് ഒഴിക്കാം. സ്രാവ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒഴിക്കുക കുറയും, ഇറക്കേണ്ട ആവശ്യമില്ല. കുറച്ചെടുക്കും. നമ്മൾ വേവിച്ച് വെച്ച ഏത്തക്ക പച്ചമുളകും കൂടി ചേർന്ന് ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ആദ്യമേ ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കും. മുളക് പിടിക്കാനായിട്ടാണ്. ഇത്രയും മതി. ഇളക്കി കുറച്ചുകൂടി വെള്ളം ചേർത്ത് വേവിക്കുക. ആദ്യമേ കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് അടി പിടിക്കാൻ. മൺചട്ടിയാ മതി. നമ്മൾ സ്രാവ് വേകുന്ന സമയം കൊണ്ട് തേങ്ങ, ചൂടാക്കിയ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മൾ അരച്ചുകൊണ്ട് കഷ്ണങ്ങൾ വേണ്ടി നമുക്ക് അരപ്പ് വെക്കാം. മുളക്, മല്ലി, ഉലുവ, പുളി, കുരുമുളക്, തേങ്ങ ചേർത്തതാണ്. പുളിയും കുറച്ച് കൂട്ടി വയ്ക്കാം. മൺചട്ടി ആകുമ്പോൾ അടി പിടിക്കാൻ നോക്കാം. നല്ല ചൂടാണ്. അതിൻ്റെ സ്റ്റീലിലൊന്നും മീൻ വെച്ച ടേസ്റ്റ് കാണും. നമുക്ക് കറി വാങ്ങിക്കാം. വാങ്ങിയിട്ട് കടുക് വറുത്തിട്ട് ഇടാം ഓരോന്നായിട്ട്. കടുക് വറുത്ത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നേരത്തെ കായൊക്കെ ചേർത്ത് സ്രാവ് കറി റെഡിയായി. എണ്ണയും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ കടുക് വറുത്തപ്പോൾ ചേർത്തു. ചോറിനും ചപ്പാത്തിക്കും വളരെയധികം സ്വാദ് വരുന്ന ഒന്നാണ്. ഇവിടെ സ്രാവ്, ഉണക്കമീൻ സ്രാവ് കറിയാണ്. ഉണക്കസ്രാവ് കറി. ഇത് മാർക്കറ്റിൽ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഇത് വറക്കാനും ഉപയോഗിക്കാം. അപ്പോൾ തിളപ്പിച്ച് ഉപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാവൂ. ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയൊക്കെ ചെറുതായിട്ട് വറുത്തിട്ട് മുളക്, മല്ലി, ഉലുവ ഇത്രയും ചേർത്ത് തേങ്ങ അരച്ച് വെച്ചതാണ്.